അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. സഹീഹ് തർഗീബ് തർഹീബിൽ കിതാബ് സ്വലാത്തിലെ അടുത്ത ബാബ് الترغيب في الصف الأول وما جاء في تسوية الصفوف والتراص فيها وفضل ميامنها. ഒന്നാമത്തെ സൊഫിൻ്റെ അതിൻ്റെ മഹത്വവും അതുപോലെ തന്നെ സൊഫ് നേരെയാക്കുന്നതിൻ്റെ അതിലേക്കുള്ള പ്രോത്സാഹനവും ആളുകൾ അടുപ്പിച്ച് നിൽക്കുന്നതിൻ്റെ പ്രോത്സാഹനം, അതുപോലെ സൊഫിൻ്റെ വലതുഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളുള്ള ഹദീസുകൾ. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال أبو هريرة رضي الله عنه പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, لو يعلم الناس ما في النداء والصف الأول. ആളുകൾ മനസ്സിലാക്കുകയാണെങ്കിൽ എന്താണ് ബാങ്ക് വിളിക്കുന്നതിലും അതുപോലെ തന്നെ ഒന്നാമത്തെ സഫിലും അതിൻ്റെ മഹത്വം ആളുകൾ യഥാർത്ഥ രൂപത്തിൽ അറിയുകയും മനസ്സിലാക്കുകയുമായിരുന്നെങ്കിൽ ثم لم يجدوا إلا أن يستهموا عليه لاستهموا. പിന്നീട് ആ ഒരു സ്ഥാനത്തെത്താൻ, ബാങ്ക് വിളിക്കാൻ അല്ലെങ്കിൽ ഒന്നാമത്തെ സഫിലെത്താൻ നെറുക്കെടുത്തുകൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ എന്നുള്ള ഒരവസ്ഥ എത്തിയിട്ട് അങ്ങനെ ചെയ്യുന്ന അവസ്ഥയാകുമായിരുന്നു. അതായത് ഒന്നാം സഫിന് വേണ്ടിയിട്ട് ആളുകൾ മത്സരിച്ചുകൊണ്ട് അതിൽ പിന്നെ നെറുക്കെടുത്തെടുക്കേണ്ട അവസ്ഥ അങ്ങനെ വന്നാൽ ആ ഒരു അവസ്ഥ വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. കാരണം അത്രയധികം ശ്രേഷ്ഠതയുള്ള കാര്യമാണ് നിസ്കാരത്തിൽ ജമാഅത്തിൽ ഒന്നാമത്തെ സഫിൽ നിൽക്കുക എന്നുള്ളത്. മറ്റൊരു റിവായത്തിൽ ലൗ തഅലമൂന മാ ഫി സ്സഫിൽ മുഖദ്ദം ലകാനത് ഖുർഅതൻ. ഒന്നാമത്തെ സഫിന്റെ മഹത്വം നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ നെറുക്കിട്ടെടുക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജമാഅത്ത് നിസ്കാരത്തിൽ നമുക്കറിയാം, പിന്നെ ഒരു സഫ്, അത് ഓരോ സഫുകളായിട്ടാണ് നമ്മൾ നിൽക്കുക എന്നറിയാം. അതിൽ ഒന്നാമത്തെ സഫിന് ധാരാളം ശ്രേഷ്ഠതകൾ മുമ്പ് ഒരു ഫസ്ലിൽ അത് മാത്രം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ വീണ്ടും കൊടുത്തിട്ടുള്ളതാണ് ആ ഒന്നാമത്തെ സഫിന്റെ ശ്രേഷ്ഠത. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم خير صفوف الرجال أولها. പുരുഷന്മാരുടെ സഫുകളിൽ ഏറ്റവും ഖൈറായിട്ടുള്ളത് ആദ്യത്തേതാണ്. വശറുഹ ആഖിറുഹ, അതിൽ ഷറായിട്ടുള്ളത് ഏറ്റവും അവസാനത്തേതാണ്. വഖൈറു സുഫൂഫിൻ നിസാഇ ആഖിറുഹ, സ്ത്രീകളുടെ സഫിൽ ഏറ്റവും ഖൈറായിട്ടുള്ളത് അവസാനത്തേതാണ്. വശറുഹ അവ്വലുഹ, അതിൽ ഷർറ് ആയത് ആദ്യത്തേതുമാണ് എന്ന്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ നമുക്കറിയാം, പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് മസ്ജിദിൽ മുൻഭാഗത്ത് പുരുഷന്മാരും പിന്നീട് കുട്ടികളും പിന്നിൽ സ്ത്രീകളുമായിട്ടാണ് നിസ്കരിക്കാറുള്ളത്. പുരുഷന്മാരുടെ സഫിൽ ഇമാമിനോട് ഏറ്റവും അടുത്തിട്ടുള്ള ഒന്നാമത്തെ സഫാണ് ഏറ്റവും ഖൈറായിട്ടുള്ളത്. ഏറ്റവും അവസാനത്തുള്ള സഫാണ് ഏറ്റവും ഷെറിറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല, മോശമാണ് എന്നുള്ളതിലല്ല, പക്ഷെ അതിന്റെ ഫضല് നോക്കുമ്പോൾ ഏറ്റവും കുറവുള്ളത്. ഇനി സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ അങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ പുരുഷന്മാരിൽ നിന്ന് ഏറ്റവും അകന്നു നിൽക്കുന്ന സഫുകളാണ് ഏറ്റവും ഖൈറായിട്ടുള്ളത്. അപ്പൊ അത് ഏറ്റവും പിന്നിലുള്ളതായിരിക്കും. പിന്നീട് അതിന്റെ ആ ഫضല് കുറഞ്ഞു വരുന്നത് മുന്നോട്ടുള്ള അവസ്ഥയിലാണ് എന്നാണ് ഈ ഹദീസ് ഉദ്ദേശിക്കുന്നത്. ഇനി സ്ത്രീകൾ മാത്രം നിസ്കരിക്കുന്ന ഒരു സമയത്താണെങ്കിലോ, അതായത് ഒരു സ്ത്രീയാണ് ഇമാമത്ത് നിൽക്കുന്നത്, സ്ത്രീകൾ മാത്രമാണ് ജമാഅത്തായി നിസ്കരിക്കുന്നതെങ്കിൽ അവിടെ ഒന്നാമത്തെ സഫിന് അതിൻ്റെതായ പ്രാധാന്യം വരും. പുരുഷന്മാരോടൊപ്പം നിസ്കരിക്കുമ്പോഴാണ് ഈ ഒരു അവസ്ഥ വരിക എന്ന് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. وعن العرباض بن سارية رضي الله عنه أن رسول الله صلى الله عليه وسلم كان يستغفر للصف المتقدم 3 وللثاني مرة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ സഫിലുള്ള ആദ്യത്തെ സഫിലുള്ള ആളുകൾക്ക് വേണ്ടി 3 തവണ ഇസ്തിഗ്ഫാർ തേടുകയും രണ്ടാമത്തെ പിന്നീടുള്ള ബാക്കിയുള്ള സഫിലുള്ള ആളുകൾക്ക് 1 തവണ ഇസ്തിഗ്ഫാർ തേടുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു പറയാം. അഥവാ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുമ്പോൾ ഒന്നാമത്തെ സഫിലുള്ള ആളുകൾക്ക് 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേടുകയും പിന്നീടുള്ള സഫിലുള്ള ആളുകൾക്ക് 1 തവണ തേടുകയും ചെയ്തതായി വന്നിട്ടുണ്ട്. ഇതും ഒന്നാമത്തെ സഫിന്റെ മഹത്വം അറിയിക്കുന്നതാണ്.
كان يصلي على الصف المقدم ثلاثا وعلى الثاني واحدة. അതുപോലെ തന്നെ ദുആ ചെയ്യുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒന്നാമത്തെ സഫിലുള്ള ആളുകൾക്ക് 3 തവണ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ളവർക്ക് 1 തവണയാണ് ചെയ്തിട്ടുള്ളത്. കാന യുസല്ലി അല സഫിൽ അവൽ മറത്തൈൻ, വേറെ റിവായത്തിൽ 2 തവണ ഒന്നാമത്തെ സഫിലുള്ള ആളുകൾക്ക് ദുആ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള സഫുമായി നോക്കുമ്പോൾ ഒന്നാമത്തെ സഫിന് ഉള്ള പ്രാധാന്യം ഇതിലൂടെ അറിയാം. وعن أبي أمامة رضي الله عنه قال قال رسول الله صلى الله عليه وسلم أبو أمامة رضي الله عنه പറയുന്നു إن الله وملائكته يصلون على الصف الأول. അല്ലാഹു സുബ്ഹാനഹു വ തആലയും മലക്കുകളും ഒന്നാമത്തെ സഫിലുള്ള ആളുകൾക്ക് വേണ്ടി സ്വലാത്ത് ചൊരിയുന്നു. അല്ലാഹു തആല സ്വലാത്ത് ചൊരിയുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല അവിടെ മലക്കുകളുടെ സന്നിധിയിൽ അവരെ പറ്റി പുകഴ്ത്തി പറയുന്നു. മലക്കുകൾ അവർക്ക് വേണ്ടി ദുആവും ഇസ്തിഗ്ഫാറും തേടുന്നു എന്നുള്ളത്. അങ്ങനെ പറഞ്ഞപ്പോ സഹാബികൾ ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വഅല الثاني, രണ്ടാമത്തെ സഫിലുള്ള ആളുകൾക്കോ പിന്നീടുള്ള ആളുകൾക്കോ? ഖാല ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അല الصഫിൽ അവൽ. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നാമത്തെ സഫിലുള്ള ആളുകൾക്ക് വേണ്ടി അല്ലാഹുവും മലക്കുകളും സ്വലാത്ത് ചൊരിയുന്നു. ഖാലു, അപ്പോൾ വീണ്ടും ചോദിച്ചു, യാ റസൂലല്ലാഹ് വഅല الثاني, രണ്ടാമത് പിന്നീടുള്ള ആളുകൾക്കോ? ഖാല വഅല الثاني, രണ്ടാമതുള്ള ആളുകൾക്കും. അഥവാ 2 തവണ ഒന്നാമത്തെ സഫിലുള്ള ആളുകൾക്ക് പറഞ്ഞിട്ട് അതിനുശേഷമാണ് പിന്നീടുള്ള സഫുകൾക്ക് ആ മഹത്വം പറഞ്ഞിട്ടുള്ളത്. വേറെ റിവായത്തിൽ വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സവ്വു സുഫൂഫക്കും, നിങ്ങൾ നിങ്ങളുടെ സഫ് നേരെയാക്കുക, അഥവാ വളവും ചെരിവുമില്ലാതെ നേരെയാക്കുക. വഹാദു ബൈന മനാകിബിക്കും, നിങ്ങളുടെ തോളുകൾ തമ്മിൽ ഒരുപോലെയാക്കുക. അതായത് ഇന്നിപ്പോ ഉള്ള പോലെ മസ്ജിദിൽ കാർപ്പറ്റോ സൊഫായി നിൽക്കാനുള്ള വരയോ അടയാളങ്ങളോ ഒന്നും എന്തില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലില്ല. മണലും അല്ലെങ്കിൽ കല്ലുകളുമായിട്ട് വരയൊന്നുമില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ സൊഫ് വളഞ്ഞു പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോ പ്രത്യേകം ഓർമ്മപ്പെടുത്തുമായിരുന്നു, ഒരാൾ മുന്നിലും ഒരാൾ പിന്നിലും അങ്ങനെയൊന്നും അല്ലാതെ സഫ് നേരെ ആയിക്കൊണ്ട് നിൽക്കാൻ വേണ്ടി വിശ്വാസം പ്രത്യേകം പറയും. അതിനുള്ളൊരു അടയാളമാണ് ഒരാളുടെ തോളിനോട് യോജിച്ചിട്ട് തന്നെ ആ തോള് നിൽക്കുന്ന രീതിയിൽ തന്നെ അടുത്ത തോളും വെച്ച് നിൽക്കുക എന്നുള്ളത്. വലീനു ഫി ഐദി ഇഖ്വാനിക്കും, നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളെ സഫ് ഒരുമിപ്പിക്കാൻ വേണ്ടി നിർത്തുന്ന സമയത്ത് അവരുടെ കൈകളിനോട് യോജിച്ച രീതിയിൽ നിങ്ങൾ നിൽക്കുക. വസുദ്ദുൽ ഖലൽ, നിങ്ങൾ പരസ്പരമുള്ള സഫ് നിൽക്കുമ്പോൾ സഫ് വളയാതെ നിൽക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ അടുപ്പിച്ച് നിൽക്കുമ്പോൾ ഇടയിൽ ഗ്യാപ്പ് വരാതെ നിങ്ങൾ അടുപ്പിച്ച് നിൽക്കുക എന്ന് പറഞ്ഞു. ഫഇന്ന ശൈത്താന യദ്ഖുലു ഫീമാ ബൈനക്കും, എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആ അടുപ്പിച്ച് നിന്നിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഇടയിലൂടെ പിശാച് പ്രവേശിക്കും. ബിമൻസിലത്തിൽ ഹദഫ്, ഹദഫ് എന്ന് പറഞ്ഞാൽ യഅനി ഔലാദു ദ്ദഅ്നി സിഗാർ, ചെറിയ ഒരു ആടിനെ, ചെമ്മരി ആടിനെയാണ് ഹദഫ് എന്ന് പറയുക. അപ്പോ ആ ഒരു ആട്ടിൻകുട്ടി എന്തിനെങ്കിലും ഇടയിലൂടെ കയറി പോകുന്നത് പോലെ പിശാച് സൊഫ് അടുപ്പിച്ച് നിന്നിട്ടില്ല എങ്കിൽ അതിനിടയിലൂടെ കയറി പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ 2 കാര്യങ്ങളാണ് ഈ ഹദീസിൽ പറഞ്ഞത്. ഒന്ന്, സൊഫ് വളയാൻ പാടില്ല. അതിനുള്ള സാധ്യത ഇന്ന് അന്നത്തേക്കാൾ കുറവാണ്, കാരണം ഈ വരയും എല്ലാം ഉള്ളത് കൊണ്ട്. പക്ഷെ എന്നാലും ഒരാൾ കാല് മുന്നിൽ ഒരാൾ പിന്നിൽ അങ്ങനെ വളഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. തോളുകൾ നേരെ വെക്കണം. അതുപോലെ തന്നെ 2 ആളുകൾക്കിടയിൽ അകൽച്ചയില്ലാതെ അടുപ്പിച്ച് നിൽക്കുക എന്നുള്ളതും ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. وعن النعمان بن بشير رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول إن الله وملائكته يصلون على الصف الأول أو الصفوف الأولى. നേരത്തെ പറഞ്ഞ അതേ ഹദീസാണ്. അല്ലാഹു മലക്കുകളും ഒന്നാമത്തെ സഫിലുള്ള ആളുകൾക്ക് വേണ്ടി സ്വലാത്ത് ചൊരിയുന്നു എന്നുള്ളത്. وعن البراء بن عازب رضي الله عنه قال كان رسول الله صلى الله عليه وسلم يأتي ناحية الصف. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ അഥവാ ഇമാമായി നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ സഫുകളുടെ ഇടയിലൂടെയെല്ലാം വരുമായിരുന്നു. വയുസവ്വി ബൈന സുദൂരിൽ ഖൗമി വമനാകിബിഹിം, അങ്ങനെ ആളുകളുടെ നെഞ്ചും കയ്യുമെല്ലാം വളഞ്ഞു പോകാതെ നേരെയാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തുമായിരുന്നു. വയഖൂൽ, എന്നിട്ട് പറയാറുണ്ട്, ലാ തഖ്തലിഫു, നിങ്ങൾ
ഛിന്ന ഭിന്നമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നിങ്ങൾ നിൽക്കരുത്. ഫതഖ്തലിഫ ഖുലൂബുക്കും, നിങ്ങളുടെ കൽബുകൾ അതുപോലെ ഭിന്നിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലസ്സഫിൽ അവ്വൽ, അല്ലാഹു മലക്കുകളും ഒന്നാമത്തെ സഫിന് വേണ്ടി അവരുടെ മേലെ സ്വലാത്ത് ചൊരിയുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഈ ബാബിൽ ഇനിയും സഫ് നേരാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള ഹദീസുകൾ വരുന്നുണ്ട്. നമുക്ക് പിന്നീട് വായിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.